Good morning, Sham sir. Good morning. Good morning, all. Good morning, Priya madam. Good morning, Mustafa sir. Good morning. Mustafa sir, എവിടെയാണ്? പട്ടാമ്പി. പട്ടാമ്പി. പ്രജിത് സാറിന്റെ ഒക്കെ അല്ലേ? യെല്ലോ കൊപ്പം. ആ, കൊപ്പം. Good morning, Andrumar sir. Good morning, Jyoti. Good morning, sir. Good morning. Good morning. Good morning. മുസ്തഫ ഭായി, എന്താ അവിടെ മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്. കുറച്ച് കുറവുണ്ട്, പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലഡ് വെള്ളമൊക്കെ പോയി. ഓക്കെ. പ്രിയ മേഡം, ആഗസ്റ്റ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ട്രെയിനിങ്. ഓഗസ്റ്റ് എത്രാം തീയതി? ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക്, സാറ്റർഡേ ആൻഡ് സൺഡേ. 23-24. എവിടെ വെച്ചിട്ടാ? ലീഡ് കോളേജ്. ജെസി ഇന്ത്യന്റെ പ്രോഗ്രാം ആണ്. ഹോസ്റ്റ് ചെയ്യണ ലീഡ് കോളേജ് ആണ്, നമ്മുടെ സോണാണ്. പാലക്കാട് അല്ലേ? പാലക്കാട്. ഒലോക്കോട്. പിന്നെ എത്ര ഫീസ്? 7,000 2 days എല്ലാ ആൾ. നാളെ കേളിക്കാൻ ഞങ്ങൾ ഇന്ന് രാത്രി പോകും. നാളെ രാവിലെ 8:30 രജിസ്ട്രേഷൻ. നല്ലതായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും അല്ലേ? എന്താ ബിസിനസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാ ശരിയാ? ഇല്ല, കേളി ബിസിനസ് അല്ല, കേളി ലീഡർഷിപ്പ് ഒക്കെയാണ്. പിന്നെ നോർമൽ ട്രെയിനിങ് ആണ്. ബിസിനസ് ഏബിൾ ആണ്. ഈ നളന്ദയുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തോ? നളന്ദന്റെ അത് ഞാൻ നോക്കിയിട്ടില്ല ക്ലോസ് ചെയ്തോന്നുള്ളത്. എത്രയായിരുന്നു നളന്ദക്ക്? എമൗണ്ട് 19-20 ആ റേഞ്ചാണ്. ആദ്യം ZTWS എന്ന് പറയും. അതെ. ഈ വർഷം ചിലപ്പോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വർഷം നോക്കാം. അടുത്ത പ്രാവശ്യം ആദ്യം അറ്റൻഡ് ചെയ്യാം അല്ലേ? ആരും കേറിയില്ലല്ലോ. വരുന്നുള്ളൂ തോന്നുന്നു. 12 പേര്. നമ്മുടെ ഇതിൽ കേറുന്ന ആർക്കെങ്കിലും വെള്ളത്തില് പ്രശ്നം ഉണ്ടോന്നോ ആവല്ലേ? അന്വേഷിച്ചിരുന്നോ? ആരും ഇല്ലല്ലോ. വയനാട്ടിൽ ആരും നമുക്ക് കേറിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലെ? ഇല്ല, അങ്ങനെ അറിവില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ആരും കേറിയിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. പറയുന്ന കേട്ടിട്ടില്ല.
വയനാടാണ് ഏറ്റവും ഇതായി എന്ന് മാത്രം. നമ്മളെ ഈ മലപ്പുറത്തും പല ഭാഗങ്ങളിലും ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. കോഴിക്കോടൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളത്തിന്റെ വിഷയമുള്ളൂ എന്ന് മാത്രം. ഉം ഉം. ആ അത് ഈ ചെറിയ ചെറിയ അതൊക്കെ അങ്ങോട്ട് മറക്കാണ് ആൾക്കാരെ, മറ്റേ വലിയ ഇതുണ്ടായപ്പോഴേ. അതെ അതെ അതെ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പതുക്കെ ഇങ്ങനെ കയറി വരുന്നുള്ളൂ. ഇങ്ങനെ പതുക്കെ ജോയിൻ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ മീറ്റിംഗ് ഇൻ കണക്ഷൻ വിത്ത് ദ 7 AM മോർണിംഗ് ഡ്രൈവ് ഓഫ് JC ഇന്ത്യ സോൺ 28 ഈസ് ഹിയർ ബൈ കാൾ ടു ഓർഡർ. നമ്മുടെ 7 AM മോർണിംഗ് ഡ്രൈവിന്റെ 246 ദിവസത്തിലേക്ക് എല്ലാ ആളുകളെയും ആദ്യമായിട്ട് നമ്മുടെ സോൺ പ്രസിഡന്റ് ചിത്ര മേഡത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ടുള്ള മുസ്തഫ വിറ്റി അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും മുഴുവൻ 7 AM മോർണിംഗ് പ്രേക്ഷകരെയും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ പ്രളയവും എല്ലാം കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. പല ആളുകൾക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ അവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ സേവന രംഗത്ത് നിലയുറക്കാനും അതിനുവേണ്ടി സഹായ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഏവർക്കും സന്മനസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഈ ഒരു പ്രോഗ്രാം, അതിൽ ഇന്ന് നമ്മുടെ മീഡിയയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ പുതിയ കാലത്തെ പുതിയ മീഡിയ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് JC കൊപ്പത്ത് നിന്നുള്ള JC മെമ്പറും അതുപോലെ തന്നെ JC ഇന്ത്യ സോൺ 28 പുതിയ സോൺ ട്രെയിനറുമായിട്ടുള്ള മുസ്തഫ സാറാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. മീഡിയ വൺ റിപ്പോർട്ടർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റൊരു ഫൗണ്ടർ ലൈഫ് 24 ലൈവിന്റെ ഫൗണ്ടറുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ ഗസ്റ്റ് സ്പീക്കർ ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ മുഴുവൻ ആളുകളും, കഴിയുന്ന ആളുകളൊക്കെ അവരവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് മാക്സിമം വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് തയ്യാറായിട്ട് നിൽക്കുക. കുറച്ചു നേരമേ നമ്മുടെ സമയം ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സമയം 7:30 നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ട്രെയിനറിന് ഫാക്കൽറ്റിക്ക് ജേക്കോം ടേബിൾ ദിവസമാണ്. അപ്പം ജേക്കോം ടേബിൾ 7:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പം 7:30 വരെയാണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ, ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാക്കൽറ്റി മുസ്തഫ സാറെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. മുസ്തഫ സാർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഓക്കെ, താങ്ക് യു ചെയർമാൻ. ഓക്കെ, ഡോക്ടർ ഇഷാം സാർ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ വിഷയം എന്ന് പറയുന്നത് ന്യൂ മീഡിയ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ കാലത്ത് മീഡിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും അതേപോലെ പേഴ്സണൽ ലൈഫിലൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മാധ്യമമാണ്. അതിനെ നമ്മൾ ഏത് തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം, ഏത് തരത്തിൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു കുറഞ്ഞ സമയം നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മീഡിയാസിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ട്രഡീഷണൽ മീഡിയാസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്തുള്ള മീഡിയാസ് ഒക്കെ ഉണ്ട്. റേഡിയോ പോലത്തെ ഉള്ള നമുക്ക് അറിവുകളും അതല്ലെങ്കിൽ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ തന്നിരുന്ന ഒരു മീഡിയ സെക്ഷൻ ഉണ്ട്. അതേപോലെ പ്രിന്റ് മീഡിയ, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ച വന്നതോടുകൂടി മീഡിയ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷൻ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഉള്ളത്.
നമുക്കറിയാം പഴയ കാലത്തെ മീഡിയാസിൽ നിന്ന് ന്യൂ മീഡിയ ഒരു കൺവെർട്ടി പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ന്യൂ മീഡിയ എത്തിയിട്ടുണ്ട്. എന്താണ് ആദ്യം നമുക്ക് മീഡിയ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒരു കാര്യം പറയാം. നമുക്കറിയാം നമ്മൾ ഒരു ഓഡിയൻസിന് സ്മാൾ ആയിക്കോട്ടെ അതല്ലെങ്കിൽ വലിയൊരു ഓഡിയൻസ് ആയിക്കോട്ടെ നമ്മളൊരു കാര്യം അവർക്ക് ഷെയർ ചെയ്യാൻ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് ഏത് തരത്തിൽ അവർക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മീഡിയ എന്ന് പറയുന്ന ഒരു ഉപാധി കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. മീഡിയ എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ഓഡിയൻസ് അതുപോലെ തന്നെ ഒരു സ്മാൾ ഓഡിയൻസ് ഇവർക്കൊക്കെ ഏത് രീതിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് പാസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ മീഡിയാസ് ആയിട്ട് പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്നത് ടെലിവിഷൻ. നമുക്കറിയാം നമ്മൾ പഴയ കുടയൊക്കെ വെച്ച് അതല്ലെങ്കിൽ ഏരിയ കാലൊക്കെ വെച്ച് കൊണ്ടുള്ള ടെലിവിഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത് റേഡിയോ ആയിരുന്നു. അതിനുശേഷം ടെലിവിഷൻ കടന്നു വന്നു. പിന്നെ നമുക്ക് വരുന്നത് മ്യൂസിക്, മൂവീസ്, ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ നമ്മളെ കണ്ടന്റ് ഷെയർ ചെയ്യാൻ നമ്മൾ പഴയ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഡിജിറ്റൽ വെർഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മാഗസിൻസ്, ബുക്ക്, ഇത്തരത്തിലുള്ള ട്രഡീഷണൽ മീഡിയാസ് കൺവേർട്ട് ചെയ്ത് ഒരു പുതിയ അപ്ഡേഷൻ ആണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്. ന്യൂ മീഡിയയിൽ ഏറ്റവും നമുക്ക് അതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. അത് പോസിറ്റീവ് സൈഡുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് സൈഡുകളും ഒട്ടനവധിയാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യാം എന്നുള്ള 2 ടിപ്സ് കാര്യങ്ങളാണ് ഞാനിതിൻ്റെ ഈ സെക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ്, അതേപോലെ നമ്മളുടെ ആപ്പുകൾ, ഇമെയിൽ മാർക്കറ്റിംഗ്, പോഡ്കാസ്റ്റ്, പിന്നെ അതിൽ വരുന്നത് സ്മാർട്ട് ഫോൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലോഗ്സ് അതിൽ വരുന്നുണ്ട്, വിക്കീസ് അതിൽ വരുന്നുണ്ട്, ഇ ബുക്ക് അതിൽ വരുന്നുണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഒരു ന്യൂ മീഡിയ സെക്ഷനിൽ പുതുതായി നമുക്ക് വരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് AI മാർക്കറ്റിംഗ് കൂടി ഇൻക്ലൂഡ് ആണ് എന്നുള്ളതാണ് ന്യൂ മീഡിയയുടെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വെർഷൻ എന്ന് പറയുന്നത്. അതിൽ പഴയ കാലത്ത് നമ്മളൊരു ഔട്ട്പുട്ട് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അവർക്ക് പാസ് ചെയ്യാൻ, ആ കണ്ടന്റ് പാസ് ചെയ്യാൻ കഴിയുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് നമ്മുടെ വിവരസാങ്കേതിക വിദ്യ വളർന്നതോടുകൂടി നമ്മളുടെ ഈ പറഞ്ഞ പോലെ ന്യൂ മീഡിയാസിലുള്ള നമ്മൾ വെബ്സൈറ്റ് അതുപോലുള്ള പുതിയ ആപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണോ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് വളരെ വേഗത്തിൽ ഇന്റർനെറ്റോട് കൂടി നമുക്ക് ആളുകളിലേക്ക് പാസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ട്രഡീഷണൽ മീഡിയ എന്താണ് എന്നുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ ന്യൂ മീഡിയ എന്താണ് എന്നുള്ള ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ന്യൂ മീഡിയ ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇത് എന്ന് പറയുന്നത്. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും അപ്ഡേറ്റ്. നമുക്ക് നമ്മളുടെ എങ്ങനെ നമുക്ക് ഗ്രോത്ത്, നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് ബ്രാൻഡിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തണം, അതിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ബ്രാൻഡായി അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ബ്രാൻഡ് ആവാം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെയൊക്കെ ബ്രാൻഡാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം വരുന്നത് വെർച്വൽ റിയാലിറ്റി ആണ്. വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കേട്ട ഒരു അറിവുണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് പറയുന്നത്. നമ്മൾ നിലവിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഇടത്ത് നിന്ന് നമ്മളൊരു മിറർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ വേൾഡിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വെർച്വൽ മാളുകളുണ്ട്. നമ്മൾ പല മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്കുള്ള വെർച്വൽ മാള്, വലിയവർക്കുള്ള വെർച്വൽ മാള്. ഇപ്പൊ മൂന്നാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർക്കാർ സംവിധാനത്തിൽ തന്നെ
ഓരോ ടൂറിസ്റ്റ് പ്ലേസുകൾ കൃത്യമായിട്ട് ആളുകൾക്ക് വാച്ച് ചെയ്യാൻ, ഇപ്പോൾ ഏജ് ആയ ഒരാളുകളെ കൊണ്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നടന്ന് കാണാനും അതല്ലെങ്കിൽ ഈ പ്ലേസിൽ പോയി കാണാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ ഈ സെക്ഷനിൽ സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, അവിടെ ഒരു വെർച്വൽ സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ നമ്മൾ നടന്നു പോയി കാണുന്ന സംഭവങ്ങളെ കൃത്യമായി അവർക്ക് മിറർ ഉപയോഗിച്ച് ഒരു കണ്ണട ഉപയോഗിച്ചുകൊണ്ട് കാണാൻ കഴിയുന്ന സംവിധാനമാണ് ഒരു പുതിയ ലോകം. ഇപ്പോൾ നമ്മൾ നമ്മളുടെ സ്ഥലത്തിരുന്ന് നമുക്ക് ഏത് വേൾഡ് പിന്നെ സ്ഥലങ്ങൾ കാണാൻ എന്നുള്ളതാണ് ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ തീം സെറ്റ് ചെയ്യുന്നതിനും നമ്മൾ കണ്ടന്റ് സെറ്റ് ചെയ്യുന്നതിനും അനുസരിച്ച് അതിൽ നമുക്ക് സബ്ജക്റ്റ് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ നിന്ന് വരുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു സെക്ഷനാണ് ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ ഫോട്ടോ എടുത്ത് അതല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളെ ഫോട്ടോ എടുത്ത് തല മാറ്റി വെക്കാം, അതല്ലെങ്കിൽ ഒരു കണ്ണട കൊടുന്ന് വെക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു തൊപ്പി കൊടുന്ന് വെക്കാം. ഇത് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓഗ്മെന്റ് റിയാലിറ്റി എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ന്യൂ മീഡിയയുടെ ഏറ്റവും ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്ന് പലതരത്തിൽ അതിന് ഇഷ്ടംപോലെ ഓരോ സെക്ഷനിലായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. SEO ആണ്, സെർച്ച് എഞ്ചിൻ ആണ്. നമ്മുടെ ബിസിനസ് അതല്ലെങ്കിൽ പേഴ്സണൽ സംഗതികൾ നമ്മളെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ബ്രാൻഡിനെ അവിടെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് സെർച്ച് എഞ്ചിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിസിനസ്സുകാരനും അതല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി SEO നമ്മൾ ചെയ്തിരിക്കണം എന്നാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ടെലിഗ്രാം ആയിക്കോട്ടെ, എക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ഓഡിയൻസിനെ കൃത്യമായി നമ്മുടെ ഓഡിയൻസ് ആരാണ് എന്നപ്പോൾ നമ്മൾ ഒരു വർഷമായിട്ട് ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ ഒരു സെക്ഷനിൽ പേഴ്സണലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം നമ്മളെ ആരാണ് കാണേണ്ടത്, അതല്ലെങ്കിൽ നമ്മളുടെ ഓഡിയൻസ് ആരാണ്, നമ്മളുടെ കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ആളുകളിലേക്ക് എങ്ങനെ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ എത്തിക്കാം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് SEO മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം നമ്മളുടെ സ്ഥലത്ത് നടത്തുന്നുണ്ടെങ്കിൽ അതേപോലെ അതേ കാറ്റഗറി ബിസിനസ് നടത്തുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ അതേ സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ നമ്മളുടെ ഏരിയകളിൽ ഉണ്ടാവും. ഈ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിലെങ്ങനെ നമ്മളുടെ ബ്രാൻഡിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. SEO മാർക്കറ്റിലൂടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൂടെ നമുക്ക് കൃത്യമായി അതിൽ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും അതല്ലെങ്കിൽ അതിൽ നമ്മൾ കൃത്യമായി അതിനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ ഇപ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ പാലക്കാടാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മുടെ വെച്ചാൽ അതിനെ ഫസ്റ്റ് കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് SEO എന്ന് പറയുന്നത്. ഈ SEO നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് ഇപ്പോൾ ഗൂഗിളാണ് നമ്മളൊരു സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതേപോലെ യാഹു നമ്മൾ സെർച്ച് എഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈസൺ എന്ന് പറയുന്നിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സെർച്ച് എഞ്ചിൻ വഴി നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ ആഡ്സ് ആണ് ഇതിന് SEO പരമാവധി നമുക്ക് വരുന്നത്. ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത് അതിലെ ഏറ്റവും പുതിയ വെർഷൻ എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷൻ ആണ് വരുന്നത്. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് SEO, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ,
സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കറിയാം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടെലിഗ്രാം, യൂട്യൂബ്, ഇതിലൊക്കെ നമ്മളുടെ ബ്രാൻഡിങ് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നു എന്നെടുത്താണ്. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനായിക്കോട്ടെ, ബിസിനസ് ബ്രാൻഡിങ്ങിനായിക്കോട്ടെ പറ്റിയ ഓഡിയൻസ് ഉണ്ടാവില്ല. അപ്പൊ അതിൽ കൃത്യമായിട്ട് നമ്മളെ ഓഡിയൻസ് എവിടെയാണ് കിടക്കുന്നത്, നമ്മൾ എവിടെയാണ് ബ്രാൻഡ് ആവേണ്ടത് എന്നുള്ള കൃത്യമായി നമ്മൾ അതിനെ ഒന്ന് പഠനം നടത്തി അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഏരിയാസ് ഇന്നതാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഓപ്ഷനിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ആ ഏരിയ ഫോക്കസ് ചെയ്ത് അതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള നമുക്ക് പെയ്ഡ് അല്ലാതെ ബൂസ്റ്റിങ്ങിനുള്ള സിസ്റ്റം വരുന്നുണ്ട്. ഇനി പെയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്ത് നമ്മളുടെ പിൻകോഡ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നമ്മളെ ബ്രാൻഡ് ചെയ്യാം. നമുക്കതിൽ ഓപ്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ഇതിന്റെ ഒരു ഒഴുക്കിന് അങ്ങനെ അനുസരിച്ച് നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്നവരാണ്. അതാണ് കൂടുതലായിട്ട് അതിലേക്ക് പോകാതെ. ഈ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് ഞാൻ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ന്യൂ മീഡിയ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്ക് ടൈം ലാഭമാണ്, നമുക്ക് നോളേജ് കിട്ടുന്നുണ്ട്, നമുക്ക് ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും പഠിക്കാൻ പുതിയ അപ്ഡേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പല ട്രഡീഷണൽ മീഡിയാസിനെ വെച്ച് നമുക്ക് പുതിയ മീഡിയാസിന് ന്യൂ മീഡിയ എടുക്കുമ്പോൾ നമുക്ക് കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ അതിന്റെ നെഗറ്റീവ് വശമുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ്, അതുപോലെ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം, നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അതല്ലെങ്കിൽ നമ്മളൊരു അനദർ പേഴ്സണ് കൈമാറുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ ഇത് കൃത്യമായിട്ട് മൂന്നാമതൊരാള് എടുത്തു വെക്കുന്നുണ്ട് എന്നുള്ള ബോധം അതല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഇപ്പോൾ നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ വൈഫിന് ഷെയർ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത്, ഇത് നമ്മൾ ഇപ്പോൾ ഒരു 2% കയ്യിലല്ല ഈ കണ്ടന്റ് ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ള. മൂന്നാമതായി ഇതൊരു സെർവറിൽ സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സേവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ച് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ ഇത്തരത്തിലുണ്ട് എന്നുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിന് നെഗറ്റീവ് വശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പല ആപ്പുകളും നമ്മളെ ഫോണുകളിൽ ഈ ന്യൂ മീഡിയാസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഇത് അലോ ചെയ്യട്ടെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് വരും ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ അലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുക. നമ്മൾ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ ആപ്പുകളും അത് അലൗഡ് ആയിട്ടുള്ള ആപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ അൺഅലൗഡ് ആയിട്ടുള്ള ആപ്പുകളായിക്കോട്ടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സുതാര്യമാക്കാനുള്ളതായിക്കോട്ടെ, ഇതൊക്കെ ആ തരത്തിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അലോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ കൃത്യമായിട്ടുള്ള ഡാറ്റാ ബേസിൽ നമ്മൾ അനദർ കമ്പനിക്ക് പാസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ന്യൂ മീഡിയ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളൊരു നിരീക്ഷണ ക്യാമറക്ക് ഉള്ളിലാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒരു ആപ്പോ കാര്യങ്ങളോ നമ്മൾ നമ്മുടെ ഫോണിലോ ലാപ്പിലോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാൻ, നമ്മളൊരു ടെക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം 30ഓളം സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു കോളേജിലാണ് നമ്മൾ ടെക്നിക്കൽ എത്തിക്കൽ ഹാക്കിംഗ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മൾ ആ കുട്ടികളോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളുടെ ഫേസ്ബുക്ക് അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എല്ലാ കുട്ടികളും പറഞ്ഞു അത് സേഫ് ആണ്, ഞങ്ങൾ കൃത്യമായിട്ടുള്ള പാസ്വേഡ് വെച്ചിട്ടാണ്
ഞങ്ങൾ അതിനെ സേഫ് ആക്കിയിട്ടുള്ളത്. ഏകദേശം ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹെഡ് ചെയ്തിരുന്ന അൻവർ എന്ന് പറയുന്ന സൈബർ സെല്ലിൽ വർക്ക് ചെയ്തിരുന്ന ബെഹ്റ യുടെ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഈ വർക്ക് ചെയ്തിരുന്ന ആള് എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഒരു അധ്യാപകന്റെ അക്കൗണ്ട് കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കൃത്യമായി പ്രൊജക്ടറിൽ കാണിക്കാൻ കഴിഞ്ഞു. ഈ കാര്യം നമ്മളെ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ ഇട്ട് സേഫ് ആണ് എന്ന് വിചാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഒരാൾക്ക് അതല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് തുറക്കാൻ കഴിയും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമുക്കിത് തുറക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്കിതിനെ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ കൃത്യമായിട്ട് അതിന്റെ റൂൾ അനുസരിച്ച് അതിന് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സേഫ് ആക്കാം എന്നുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിനെ കൃത്യമായിട്ട് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് എടുക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടുത്തുണ്ടായ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് ഒരു US പൗരൻ കയറി വെബ്സൈറ്റിൽ കയറി ഹാക്ക് ചെയ്യാൻ പോയൊരു കാര്യം. അതിലെന്താ വെച്ചാൽ ഒരു ഡോട്ട് നമ്മൾ പാസ്വേഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോട്ട് ഇടാൻ മറന്നതുകൊണ്ടാണ് ആ ഒരു പഴുതിലൂടെയാണ് ആ US പൗരൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് കയറി ഡാറ്റാബേസ് കളക്ട് ചെയ്യാൻ ഉള്ള ശ്രമം നടത്തിയത്. അപ്പൊ അത്തരത്തിലൊക്കെ നമ്മൾ സിമ്പിളാണ് എന്ന് വിചാരിക്കുന്ന കാര്യം കൃത്യമായി അത് വലിയ അതിന്റെ നമ്മളുടെ ഡാറ്റാബേസിൽ കൃത്യമായി ഒരാളിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ അതിലെ നമ്മളുടെ ഡാറ്റകളുടെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ആവട്ടെ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ബിസിനസ്സുകളാവട്ടെ അതിലെ അക്കൗണ്ട്സ് അതല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഡീറ്റെയിൽസ് ഇതൊക്കെ കൃത്യമായിട്ട് ഒരാൾക്ക് കൈകടത്താൻ കഴിയും എന്നുള്ള ഇതാണ് ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. ന്യൂ മീഡിയ എന്ന് പറയുന്നത് അനന്ത സാധ്യതകൾ ഉള്ളതാണ്. ഇനി നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ണടയിൽ നമുക്ക് വെർച്വൽ റിയാലിറ്റി ഒക്കെ കടന്നു വരാൻ അധികം വൈകാതെ ആ ഒരു സെക്ഷനിലേക്ക് പുറം രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു. നമ്മളെ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ ആ ഒരു ന്യൂ മീഡിയ കടന്നുകയറ്റം വരാനിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ പുതിയ സാധ്യതകളെ മനസ്സിലാക്കുന്നു, അതിനെ യൂസ് ചെയ്യുകയും അതിന്റെ നെഗറ്റീവ് വശങ്ങളെ നമ്മൾ മനസ്സിലാക്കി അതിനെതിരെയുള്ള ഒരു നമ്മളൊരു കംഫർട്ട് സോണിലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഈ ന്യൂ മീഡിയാസ് ഒക്കെ അതിന്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞോ? ഓക്കെ ഓക്കെ താങ്ക് യു മുസ്തഫ സാർ ഫോർ യുവർ നൈസ് ടോക്ക്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ കാലത്തെ പുതിയ മീഡിയയുടെ ആവശ്യകതയും അതിൽ നമ്മൾ നമ്മളുടെ ശ്രദ്ധ പതിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മുസ്തഫ സാർ വിശദീകരിച്ചു തന്നു. ഓരോ കാര്യത്തിലും ഇൻക്ലൂഡിങ് നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഓരോന്നിനും കൊടുക്കുന്ന പെർമിഷൻസ് നമ്മൾ കുറച്ചുകൂടെ ബോധവാന്മാരായി കൊണ്ട് കൊടുക്കണം. നമ്മളുടെ അക്കൗണ്ടുകളെ കുറിച്ച് മീഡിയ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനും നമ്മുടെ ബിസിനസ് ബ്രാൻഡിങ്ങിനും എങ്ങനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമാവും വ്യക്തവുമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന മുസ്തഫ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഫീഡ്ബാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, നാളെയും മറ്റന്നാളെയും നമ്മുടെ കേളി എന്ന് പറയുന്ന ട്രെയിനിങ് എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. നാളെയും മറ്റന്നാളെയും ഹോളിഡേ ഇൻ എറണാകുളത്ത് വെച്ച് കേളി ട്രെയിനിങ് നടക്കുകയാണ്. അതിലേക്ക് ഒരു ലേഡി പാർട്ടിസിപ്പൻസ് രജിസ്റ്റർ ചെയ്ത ഒരാള് ജസ്റ്റ് ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പം ഒരു ലേഡി പാർട്ടിസിപ്പൻസിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ലേഡി പാർട്ടിസിപ്പൻസ് ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ഓക്കെ, നമ്മൾക്ക് ഇതിൽ ഫീഡ്ബാക്കിലേക്ക് കിടക്കാവുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റിക്ക് ഏരക്ക് ജേക്കോ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് തന്നെ ഇന്ന് അധികം നീണ്ടു പോവാതെ ഏരക്ക് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. ദ ടൈം ഈസ് ഫോർ ഫീഡ്ബാക്ക് ആൻഡ് ഓപ്പൺ ഫോറം. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ നമ്മൾ ഈ SEO സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെക്കുറിച്ച് നമ്മളെ ഒരു ഐഡിയ ഉണ്ടാക്കി നോളജ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ ഫസ്റ്റ് ടൈം നമ്മൾ ഇതിൽ അറിവുള്ള ഒരാളുടെ സപ്പോർട്ട് തേടാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം പിന്നെ നമുക്ക് പേഴ്സണലായിട്ട്
ചെയ്യാണ് ബെറ്റർ. ഓക്കെ, ലൈക്ക് ഞാൻ എൻ്റെ കൗൺസിലിംഗ് സെന്റർ, എൻ്റെ സൈക്കോളജിയുടെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഫേസ്ബുക്കിലും ഇതിലും ആഡ് ഓൺ ആണ്, ഇൻസ്റ്റയിലും. ബട്ട് ബാക്കിയുള്ളതിൽ ചെയ്ത് കഴിയുമ്പം അത് നമ്മളിങ്ങനെ ഏരിയ വൈസിൽ കൊടുക്കണം എന്നുള്ളതാണോ? അതല്ല, നമ്മൾ ഗൂഗിൾ ആഡ്സ് ആണ് SEO എന്ന് പറയുന്നത് വരുന്നത്. അതിൽ നമുക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ മാഡം ചെയ്യുന്ന സ്ഥലം, ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന ലൊക്കേഷൻ, അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ബ്രാൻഡിനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് SEO എന്ന് പറയുന്നതിന്റെ ഒരു ചുരുക്കം, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കും അതുപോലെ ലൈക്ക് ഇപ്പോൾ ഞാനിപ്പം ബേസ്ഡ് ആയിട്ട് ട്രിവാൻഡ്രമാണ് ചെയ്യുന്നതെങ്കിലും, ബട്ട് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ ഷുഡ് ഗോ ടു വയനാട് ആൻഡ് കോഴിക്കോട്. കാരണം ആ പ്ലേസിലൊക്കെയാണ് ഇപ്പൊ എന്നെ കൂടുതൽ ആവശ്യം. ലൈക്ക് സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ്, ഇപ്പൊ അവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കരമായി ഡീപ്ലി ഒരു ഫീലിങ്സിലാണ് അവിടെ ഉള്ളവർ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഹെൽപ്പിംഗ് ആണ് എന്നിൽ നിന്നൊക്കെ വേണ്ടത്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ അവരെ ഇമ്മീഡിയറ്റ്ലി അവർക്കൊരു എക്സസ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കണം ചെയ്യുക? അതിന് നമുക്ക് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇതിൽ SEO സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ സ്ഥാപനം ഉള്ള പ്ലേസ് ആണ് അത് ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഒരു അപ്ഡേഷൻ നമ്മൾ ഒന്നും കൂടി വലുതാക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയാസും കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ഇതൊരു സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇതിന് 2-3 സെക്ഷനിലൂടെ ട്രാഫിക് ബൂസ്റ്റിംഗ് ആയാലും കാര്യങ്ങളൊക്കെ ഓരോ സെക്ഷനിലൂടെ കഴിഞ്ഞ് പോകേണ്ടതാണ്. അപ്പൊ ആദ്യം ഓരോ സെക്ഷനിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ഇതാക്കുക, പിന്നെ നമ്മൾ എക്സ്പെൻഷൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് ഏതാണ് എന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ വെച്ച് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും, SEO ചെയ്യാൻ കഴിയും. ലൈക്ക് ഓൾ കേരള കൊടുക്കാൻ പറ്റില്ല? ഓൾ കേരള കൊടുക്കാം, ഓൾ ഇന്ത്യ കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, വേഗം പറയട്ടെ. എന്താ എല്ലാരും ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? ഫാസ്റ്റ് ആക്കണം. ഹലോ കേൾക്കുന്നുണ്ട്, പക്ഷെ പറയൂ. ഹലോ സാർ, ഹലോ, പറഞ്ഞോളൂ. യെസ്, കേൾക്കുന്നുണ്ട്. നമസ്തേ, പറഞ്ഞോളൂ. ഒരു നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. മുസ്തഫ സർ, നിങ്ങളെ സെക്ഷൻ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ഉഷാറായി. നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതൊക്കെ. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ തോന്നുന്ന എന്തെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കായിരിക്കും കൂടുതൽ ആവശ്യം തോന്നുന്നു. പേഴ്സണലായിട്ട് നമ്മൾ പോലുള്ളവർക്ക് ആവശ്യം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും അതെ, അപ്പോ നമ്മള് ഗൂഗിൾ ആഡിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ആ സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെന്റ് വരുന്നു എന്നല്ല ഇത് ഉദ്ദേശിക്കുന്നത്. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞത് അല്ലെ, ലൊക്കാലിറ്റി നോക്കിയിട്ട് ആ പരസ്യത്തിന് മുൻഗണന കൊടുക്കണം എന്നുള്ളത്. അത്തരം പിന്നെ അറിവുകളൊക്കെ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷനെ കുറിച്ചാണെങ്കിലും സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചാണെങ്കിലും നമ്മുടെ ഡാറ്റാസിനെ കുറിച്ചൊക്കെ ഉള്ള ഈ വിവരങ്ങളൊക്കെ വളരെ നല്ല ഈ കാലത്ത് റെലവെന്റ് ആയ എല്ലാവരും കിട്ടാൻ ആവശ്യമുള്ള ഒരു ഇതാണ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. Hello, good morning, all of you. Good morning. Mustafa, good morning. Thank you for ഒരു വണ്ടർഫുൾ സെഷൻ. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ പലരും ഇപ്പോൾ എന്നെ പോലെയുള്ളവർക്ക് പലർക്കും ഇതൊന്നും അറിയില്ല. എസ്പെഷ്യലി ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് പലർക്കും നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. എങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ സെൽഫ് ആയിട്ടുള്ള പല കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിലൊക്കെ അതിന് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ബ്രാൻഡ് ചെയ്ത് അല്ലെ നമ്മളെ മുന്നോട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് മുന്നോട്ട് ഈ ന്യൂ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പോകാമെന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ഉള്ള സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു.
പോയിന്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നാളെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്ന് ഒരു ഒഫീഷ്യലായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് അലവിക്കുട്ടി സാർ അവിടെ ഉണ്ടോ? ആരാ റെഡി ആയിട്ടുള്ള വോട്ട് ഓഫ് താങ്ക്സ് പറയാനോടെ? ബഷീർ സാർ. ഹലോ സാർ, ഞാൻ പറയാം. ആസീസ് വിളംബരം. ഹലോ ഹലോ ഹലോ, ആസീസ് വിളംബരം ഉണ്ട്, പറയാൻ പറയട്ടെ? പറഞ്ഞോളൂ സാർ. ഓക്കെ. വളരെ മനോഹരമായി പുതിയ കാലത്തെ മീഡിയയെ കുറിച്ച് സ്വോദാഹരണം നമ്മളോട് സംവദിച്ച, അതേപോലെ നമ്മൾ കൈക്കൊള്ളേണ്ട മാനദണ്ഡങ്ങളും പുതിയ കാലത്തെ ചതിക്കുഴികളെ കുറിച്ചുമൊക്കെ വളരെ ഹൃദ്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയ മുസ്തഫ സാർക്ക് ഒരുപാട് നന്ദി. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സംവദിച്ച ജോൺ 28 പ്രസിഡന്റ് ചിത്ര മാഡത്തിനും, അതുപോലെ വ്യത്യസ്തരമായ ട്രെയിനിങ് സെഷനുകൾ കൊണ്ട് വ്യത്യസ്ത ട്രെയിനർമാരെ കൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഏറ്റവും ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഹിഷാം സാർക്കും, അതുപോലെ എല്ലാ ദിവസവും ഒരു കുടുംബം പോലെ ഇവിടെ ഒന്നിക്കുന്ന എല്ലാ ട്രെയിനിങ് ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ടു ഓൾ. താങ്ക് യു അസീസ് സാർ ഫോർ യുവർ നൈസ് ടോക്ക്. ഇന്നിവിടെ നമ്മളത്തെ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് വീഡിയോ ഓൺ ആക്കി സഹകരിച്ച എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. The meeting in connection with the 7 AM morning drive of JC India Zone 28 is hereby adjourned. Thank you all. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. Thank you. Thank you, Chairman. Thank you, faculty. Thank you all. Thank you, Mustafa. Thank you. Thank you. Thank you, sir. Thank you, Chandrika ma'am. Thank you all. Thank you all. Thank you all. Thank you.